ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു റൈറ്റ് റെസിപ്പീസ്. റേഷൻ പച്ചരി ആരും വാങ്ങിക്കാതിരിക്കല്ലോ കേട്ടോ. ഇതുപോലെ കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുത്താൽ അടിപൊളി ടേസ്റ്റുള്ള പുലാവ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ബസുമതി റൈസ് കൊണ്ട് ഉണ്ടാക്കുന്നതിലും അടിപൊളി ടേസ്റ്റാണ്. കുറഞ്ഞ ചിലവിൽ നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം. ബസുമതി റൈസിൻ്റെ വില നോക്കുമ്പോൾ ഇത് വളരെ കുറവാണ്. നമുക്ക് ദിവസവും വേണമെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാം. നമ്മളുടെ കൈകളിലുള്ള വെജിറ്റബിൾസൊക്കെ ചേർത്ത് ഉണ്ടാക്കാം. റേഷൻ പച്ചരിയാണെന്ന് തോന്നുകയേ ഇല്ല. വളരെ നല്ല മണവും രുചിയുമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ 2 കപ്പ് റേഷൻ പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. അതിൽ നുറുക്കും കരടൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് മുറത്തിലിട്ടൊന്ന് വീശി അതൊക്കെ ഒന്ന് കളയണം. മാക്സിമം അതിലെ നുറുക്കൊക്കെ കളയാൻ നോക്കുക. അതിനുശേഷം 4-5 പ്രാവശ്യം വെള്ളത്തിൽ ഒന്ന് കഴുകിയതിന് ശേഷം 20 മിനിറ്റ് കുതിർത്തിയെടുക്കണം. അതിനുശേഷം ഒരു അരിപ്പയിലിട്ട് അതിൽ വെള്ളമൊക്കെ നല്ലതുപോലെ ഒന്ന് കളയുക. മാക്സിമം വെള്ളം കളഞ്ഞെടുക്കണം കേട്ടോ. ഇനി നമുക്കിതിലെ ചേരുവകളൊക്കെ ഒന്ന് പെട്ടെന്ന് കണ്ടു നോക്കാം. ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങ്, ഫ്രോസൺ ഗ്രീൻ പീസ്, ബീൻസ്, ക്യാരറ്റ്, മല്ലിയില കൊത്തിയരിഞ്ഞത്, പിന്നെ പുതിനയില കുറച്ച് വേണം. ഒരു ചെറിയ തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചെറിയ അളവിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. മസാലയായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കഷ്ണം പട്ട, ഒരു തക്കോലം, 3 ഗ്രാമ്പു, 3 ഏലക്ക, ഇതാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാള നീളത്തിൽ അരിഞ്ഞത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഓരോ ടീസ്പൂൺ വീതം ചതച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകാണ്. ഇത്രയും നമ്മൾ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നല്ലതുപോലെ ചതച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്ക് കുക്കിംഗ് പ്രോസസ്സിലോട്ട് പോകാം. ഞാനിവിടെ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കാം. ഗീ ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ കഴുകി വെള്ളം കളഞ്ഞ് വെച്ചിരിക്കുന്ന റേഷൻ പച്ചരി ചേർത്ത് കൊടുക്കാം. പച്ചരി ഞാനൊന്ന് ഫ്രൈ ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഈ നെയ്യിലൊക്കെ കിടന്ന് ഫ്രൈ ചെയ്യുമ്പോൾ നല്ലൊരു മണമായിരിക്കും. പിന്നെ മേൻപടിയായി നമുക്ക് 2 ചെറിയ ബേ ലീഫും കൂടി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഈ ബേ ലീഫിലും നെയ്യിലും കിടന്ന് ഈ പച്ചരി ഒരു 20 മിനിറ്റ് നമുക്ക് മീഡിയം ടു ലോ ഹീറ്റിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം. അതിനടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യാം. പച്ചരി ഫ്രൈ ചെയ്യാതെയും നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് 20 മിനിറ്റ് നല്ലതുപോലെ പൊട്ടിച്ച് ഫ്രൈ ചെയ്തെടുത്താൽ പുലാവ് റൈസിന് നല്ല സ്മെല്ലും ടേസ്റ്റുമായിരിക്കും. റേഷൻ പച്ചരി ആണെന്ന് പറയുകയില്ല, അത്രയ്ക്ക് ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഇതൊരു 20 മിനിറ്റ് ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട്. പച്ചരിയെല്ലാം നല്ലതുപോലെ പൊട്ടി നേരെ ഒരു ഇളം യെല്ലോ കളറ് വന്നിട്ടുണ്ട്. ഇതുപോലെയാണ് വറുത്തെടുക്കേണ്ടത് കേട്ടോ. നല്ല മണമൊക്കെയാണ് വരുന്നത്. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി കുക്കറിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കാം. ഗീയിൽ ചെയ്യുന്നതാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. നല്ല മണമായിരിക്കും. ഇത് റെഡിയായി കഴിഞ്ഞ് നമ്മൾ നല്ല സ്മെല്ലായിരിക്കും. സിലോൺ ബേക്കേഴ്സിൻ്റെ മുമ്പിൽ കൂടി പോകുന്ന പോലെ ആയിരിക്കും മണം. നെയ്യ് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കാം. 2 ബേ ലീഫും കൂടി 2 കീറി ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് വലിയ ബേ ലീഫാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. മസാലയൊക്കെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒന്ന് ചൂടായാൽ മാത്രം മതി. ഒത്തിരി ഒന്ന് നിറം മാറേണ്ട ആവശ്യമില്ല. നമ്മൾ ഇതുപോലെ ആദ്യമേ ഇതൊന്ന് വാട്ടിയെടുത്താൽ ഇതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മളിത് റെഡിയാക്കുമ്പോൾ. ഇനി നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള ചേർത്തതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ഈ ചതച്ച മസാലകൾ ചേർത്ത് കൊടുക്കാം. പക്ഷേ ഇതുപോലെ ആ മുഴുവൻ മസാലയിലും നെയ്യിലും കിടന്ന് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും വാടുമ്പോൾ ഒരു പ്രത്യേക മണമാണ് കേട്ടോ. അത് പറയാതിരിക്കാൻ വയ്യ. സവാളയൊക്കെ നേരിയതായി നിറം മാറി തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് ഒന്ന് വഴറ്റണം. 2 മിനിറ്റ് ഒന്ന് തക്കാളി സോഫ്റ്റ് ആകാൻ വേണ്ടി ഒന്ന് വഴറ്റി കൊടുക്കാം. തക്കാളി വഴന്ന് കഴിയുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ചേർക്കാം, ക്യാരറ്റ് ചേർക്കാം, പിന്നെ ഇതിലേക്ക് കുറച്ച് ബീൻസ് നേരിയതായിട്ട് അരിഞ്ഞത് ചേർക്കാം, ഫ്രോസൺ ഗ്രീൻ പീസും അതെല്ലാം ചേർത്തിട്ട് 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ വെജിറ്റബിളിന് ആവശ്യമായ ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന്
വഴറ്റി കൊടുക്കാം. 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്ത് ഈ ഉപ്പൊക്കെ ഇതുമേൽ പിടിക്കുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഇനി കൊത്തിയരിഞ്ഞ മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം. പുതിനയില എപ്പോഴും വളരെ കുറച്ച് ചേർക്കുന്നതാണ് കേട്ടോ നല്ലത്, അല്ലെങ്കിൽ അതിൻ്റെ സ്മെല്ല് മുന്നിൽ നിൽക്കും. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. വെജിറ്റബിൾ നിങ്ങൾക്ക് ഇത് കൂടാതെ വേണമെങ്കിൽ കോളിഫ്ലവറും പനീറൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന റേഷൻ പച്ചരി ചേർത്ത് കൊടുക്കാം. ഫ്രൈ ചെയ്ത റേഷൻ പച്ചരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ വെജിറ്റബിളുമായിട്ട് 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്യാം. ഇപ്പോൾ എല്ലാം നമ്മൾ കുക്ക് ചെയ്യണത് മീഡിയം ഹീറ്റിലാണ് കേട്ടോ. ആദ്യം മുതലേ നമ്മൾ ചെയ്തത് മീഡിയം ഹീറ്റിലാണ് കുക്ക് ചെയ്തുകൊണ്ടിരുന്നത്. 1 മിനിറ്റ് ഒന്ന് ഈ മസാലയുമായി അരി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. 2 കപ്പ് പച്ചരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു 4 കപ്പ് വെള്ളം അളന്നെടുത്തിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. തിളച്ച വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ഒഴിക്കേണ്ടത്. അപ്പോൾ 4 കപ്പ് വെള്ളം ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ബസ്മതി റൈസ് പോലെയല്ല, ഈ റൈസിന് കുറച്ച് വേവ് കൂടുതലാണ്. നമ്മൾ ഫ്രൈ ചെയ്തതായതുകൊണ്ട് കുറച്ചുകൂടി വെള്ളം ആവശ്യം വരും. പിന്നെ ഈ വെജിറ്റബിളിനും കുറച്ച് വെള്ളം ആവശ്യമാണ് കുക്കാകാനായിട്ട്. അപ്പോൾ ഞാൻ 4 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ഡ്രൈ ആയിട്ട് ചോറിരിക്കും. കുറച്ച് കുഴഞ്ഞ രൂപത്തിലാണ് വേണമെങ്കിൽ നിങ്ങളൊരു 4.5 കപ്പ് വെള്ളം തിളപ്പിച്ചിട്ട് ഒഴിക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് തിളച്ച് വരുമ്പോഴേക്കും നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ തന്നെ കുക്കർ അടക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ 1 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. 1 വിസിൽ വരുമ്പോൾ തന്നെ നമ്മളത് ഓഫ് ചെയ്യണം. ഒരൊറ്റ വിസിൽ മതി. അതിനുശേഷം ഓഫ് ചെയ്ത് സ്റ്റീമെല്ലാം പോകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. 1 വിസിലിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് ഇതിൽ സ്റ്റീമെല്ലാം പോയിരിക്കുകയാണ്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നല്ല കൊതിപ്പിക്കുന്ന മണമാണ് കേട്ടോ വരുന്നത്. അടിപൊളി മണമാണ്. നമുക്കിത് ഒരിക്കലും ഇത് ഉണ്ടാക്കി കഴിച്ചാൽ പിന്നെ ഉണ്ടാക്കാതിരിക്കാൻ പറ്റില്ല. നമുക്ക് ചിലവ് കുറവുള്ളതായതുകൊണ്ട് നമുക്കിത് വേണമെങ്കിൽ ദിവസവും ഉണ്ടാക്കി കഴിക്കാം. അപ്പം എല്ലാവരും ഇത് കണ്ടു കഴിഞ്ഞാൽ റേഷൻ കടകളിലേക്ക് പച്ചരിക്ക് വേണ്ടി ഓടായിരിക്കും അല്ലേ. നമുക്കിതിൽ ആ ബേ ലീഫൊക്കെ വലുതുള്ളത് നമുക്കൊന്ന് പെറുക്കി കളയാം. അതിനുശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് നമുക്ക് സെർവ് ചെയ്യാം. പറയാതിരിക്കാൻ വയ്യ കേട്ടോ, നല്ല മണമാണ് വരുന്നത്. ടേസ്റ്റുമാണ്, അടിപൊളി ടേസ്റ്റാണ്. നമുക്കിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ചോറൊക്കെ ഒന്നും വെന്ത് പോയിട്ടൊന്നുമില്ല. പച്ചരി നിങ്ങൾ ഫ്രൈ ചെയ്യാതെയാണ് ചേർക്കുന്നതെങ്കിൽ 1/2 കപ്പ് വെള്ളം കുറച്ച് തിളപ്പിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചാൽ മതി കേട്ടോ. ഇല്ലെങ്കിൽ വളരെയധികം കുഴഞ്ഞു പോകുന്ന പാകത്തിലായിരിക്കും. പിന്നെ അതേ പാകമാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് വെള്ളം കൂടുതലായിട്ട് ഒഴിച്ചിട്ട് കുഴഞ്ഞ രൂപത്തിലുള്ളതാക്കിയെടുക്കാം. നിങ്ങളല്ലെങ്കിൽ നിങ്ങളുണ്ടാക്കുമ്പോൾ കുഴഞ്ഞു പോവുകയാണെങ്കിൽ കുക്കർ തുറന്ന ഉടനെ തന്നെ ഒരു പരന്ന പാത്രത്തിലേക്ക് മാറ്റണം. എന്നിട്ട് തണുത്തതിന് ശേഷം ഉപയോഗിക്കാം. ഇത് നമുക്ക് മല്ലിയിലേക്ക് തൂവി ഇതൊന്ന് അലങ്കരിച്ചെടുക്കാം. ഇത് നമുക്ക് പപ്പടമോ അച്ചാറോ ഒക്കെ കൂട്ടി കഴിക്കാവുന്നതാണ്. അല്ലെങ്കിൽ സവാളയിൽ തൈരൊക്കെ ഇട്ടെടുക്കുന്ന റൈത്ത ഉപയോഗിച്ച് നമുക്കിത് കഴിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റേഷനറി എല്ലാവരും വാങ്ങിച്ചിട്ട് ഇതുപോലെ കുക്കർ പുലാവ് ഉണ്ടാക്കി എല്ലാ ദിവസവും കഴിക്കുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.